ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള iPhone 13 റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണൂടെ ഞെക്കണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. iPhone 13 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വെർഷൻസാണ് വരുന്നത്. അപ്പം ഞാൻ iPhone 13 റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ OLED ഡിസ്പ്ലേ ആണ്. 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 173 ഗ്രാമാണ്. ഈ ഫോണിൻ്റെ തിക്നെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7.5 ആണ് ഇതിൻ്റെ തിക്നെസ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പം IP6 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ A15 ബയോണിക് ചിപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസൈനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. വലിയ മാറ്റങ്ങളൊന്നും ഇതിനകത്തില്ല. ഏതാണ്ട് 12 പോലെ തന്നെയാണ് ഉള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് GPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% ഫാസ്റ്റാണ്. കഴിഞ്ഞതിനേക്കാൾ 30% ഫാസ്റ്റാണ്. ഇതിൻ്റെ ക്യാമറകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ക്യാമറയാണുള്ളത്. 12 മെഗാ പിക്സലിൻ്റെ ആണ്. ഒന്ന് വൈഡ് ആംഗിളും മറ്റൊന്ന് അൾട്രാ വൈഡ് ആംഗിളും ആണ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിനിമാറ്റിക് മോഡാണ്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓട്ടോ ഫോക്കസൊക്കെ ആവുന്ന സംഭവമാണിത്. പിന്നെ 2x ഒപ്റ്റിക്കൽ സൂമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് മെയിനായിട്ട് യൂസ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്നവർക്കും യൂട്യൂബേഴ്സിനൊക്കെ ആയിരിക്കും. യൂട്യൂബേഴ്സിനെ മെയിനായിട്ട് ഇത് യൂസ് ആവുക ഇതിൻ്റെ ക്യാമറ ആയിരിക്കും. ഗെയിം കളിക്കുന്നവർക്ക് ഇതിൻ്റെ പെർഫോമൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. അപ്പം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 12നേക്കാൾ 2.5 മണിക്കൂർ എക്സ്ട്രാ ബാക്കപ്പ് ബാറ്ററി ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 128 GB വരുന്നത് 79,900 രൂപയാണ്. 256 GB വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 89,900 ആണ്. 512 GB നോക്കുകയാണെങ്കിൽ 1,09,900 ആണ്. ഇതിങ്ങനെ 3 വേരിയൻറ്റുമാണ് ഈ 13 വരുന്നത്. അപ്പം ഈ ഫോൺ അത്യാവശ്യം നല്ലത് തന്നെ ആയിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ നല്ലതല്ല. കാര്യം ഇന്നലെ വന്ന ഇവൻ്റ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല ഇവൻറ്റും കാര്യങ്ങളൊന്നുമല്ല. നല്ല ഇന്നോവേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം iPhone 40 നല്ല രീതിക്ക് തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അതായത് ബോഡിയിലും ടോട്ടലി നല്ല മാറ്റം വരുന്നുണ്ടെന്ന്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൂടെ ഞെക്കണം. ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.